നമുക്ക് ചേഞ്ച് ഓഫ് ഫേസ് അല്ലെങ്കിൽ ഫേസ് ട്രാൻസിഷനെ കുറിച്ചാണ് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് നമുക്ക് 3 സ്റ്റേറ്റുകളെ കുറിച്ച് അറിയാം. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇതിനകത്ത് സോളിഡ് ലിക്വിഡായിട്ട് മാറും. നമ്മളതിനെ ഫ്യൂഷൻ എന്ന് പറയും. ആ പ്രോസസ്സിനെ നമ്മൾ ഫ്യൂഷൻ എന്ന് പറയും. തിരിച്ച് ലിക്വിഡ് സോളിഡായിട്ട് മാറും. അതിനെ നമ്മൾ ഫ്രീസിങ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഐസ് വാട്ടറായിട്ട് മാറും, വാട്ടർ തിരിച്ച് ഐസായിട്ട് മാറണം. അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറാൻ വേണ്ടി ഹീറ്റ് എനർജി കൊടുക്കേണ്ടി വരും. തിരിച്ച് ലിക്വിഡ് സോളിഡ് ആവുന്ന സമയത്ത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. ഇനി ഈ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളതിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് വാട്ടറായിട്ട് മാറുന്ന 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. തിരിച്ച് വാട്ടർ നോർമൽ പ്രഷറിൽ വാട്ടർ തിരിച്ച് ഐസായിട്ട് മാറുന്നതും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഐസ് മുഴുവൻ വാട്ടറായി മാറുന്നത് വരെ ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന ടെമ്പറേച്ചർ മാറത്തില്ല. അതുപോലെ തന്നെ വാട്ടർ ഐസായിട്ട് മാറുന്ന സമയത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അങ്ങനെ സോളിഡ് ലിക്വിഡായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കണം. അതിന് യൂണിറ്റ് മാസിന് 1 കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസിന് അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എമൗണ്ട് ഓഫ് എനർജി required to convert 1 kilogram of a solid into its liquid state. 1 കിലോഗ്രാം സോളിഡിനെ അതിന്റെ ലിക്വിഡായിട്ട് മാറ്റാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ഇനി മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, തിരിച്ച് ലിക്വിഡ് സോളിഡായിട്ട് മാറുമ്പോൾ 1 കിലോഗ്രാം ലിക്വിഡ് സോളിഡായിട്ട് മാറുമ്പോൾ ഇതേ എമൗണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ ഇത്ര എമൗണ്ട് അബ്സോർബ് ചെയ്യും. തിരിച്ച് ലിക്വിഡ് സോളിഡായിട്ട് മാറുമ്പോൾ ഇത്ര എമൗണ്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. നെക്സ്റ്റ് ലിക്വിഡ് അതിൻ്റെ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറാറുണ്ട്. നമ്മളതിനെ വേപ്പറൈസേഷൻ എന്ന് പറയും. തിരിച്ച് ഗ്യാസ് ലിക്വിഡായിട്ട് മാറാറുണ്ട്. അതിനെ കണ്ടൻസേഷൻ എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ സ്റ്റീമായിട്ട് മാറും. തിരിച്ച് സ്റ്റീം എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടറായിട്ട് മാറുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നോർമൽ പ്രഷറിൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ബോയിലിംഗ് പോയിന്റ്, the temperature at which a liquid converts to its gaseous state. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ബോയിൽ ചെയ്ത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറണമെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കണം. തിരിച്ച് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അങ്ങനെ 1 കിലോഗ്രാം ലിക്വിഡ് അതിന്റെ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. Latent heat of vaporization, amount of energy required to convert 1 kilogram of a solid liquid into its gaseous form at its boiling point is called latent heat of vaporization. ഇതല്ലാതെ സോളിഡ് ഡയറക്റ്റ് ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറാറുണ്ട്. നമ്മളതിനെ സബ്ലിമേഷൻ എന്ന് പറയും. സബ്ലിമേഷൻ എക്സാമ്പിൾ പറയും കാംഫർ, കർപ്പൂരം അല്ലെങ്കിൽ നാഫ്തലിൻ. അപ്പോൾ സോളിഡ് എന്തായിട്ട് മാറും? ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ പല ആൾക്കാരും എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്, കർപ്പൂരം കത്തിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. കർപ്പൂരം കത്തിക്കുന്നത് കെമിക്കൽ പ്രോസസ്സാണ്. നമ്മളോട് പറഞ്ഞത് ഫിസിക്കൽ ആയിട്ടുള്ളതാണ്. ഫിസിക്കൽ ചെയ്യാനാണ് പറഞ്ഞത്. കർപ്പൂരം കത്തിക്കുന്നതല്ല. കർപ്പൂരം നമ്മൾ എടുത്ത് വെച്ചിരുന്നാലും നമ്മൾ വെളിയിൽ കർപ്പൂരം തുറന്നു വെച്ചിരുന്നാൽ കുറേ സമയം കഴിയുമ്പോൾ ആ കർപ്പൂരം നമുക്ക് ഇവിടെ കാണാൻ കഴിയാതെ വരും. കാരണം കർപ്പൂരം ഡയറക്റ്റ് എന്തായിട്ട് മാറും?
അതിൻ്റെ ഗ്യാസസ് ഫോമിലേക്ക് മാറും. നമ്മളതിനെ സബ്ലിമേഷൻ എന്ന് പറയും. ഇതുകൂടാതെ പിന്നെയും ഉണ്ട്. ഇപ്പം ഹീലിയം രണ്ട് പ്രോപ്പർട്ടി കാണിക്കും. ഹീലിയം 1 ഉണ്ട്, ഹീലിയം 2 ഉണ്ട്. ഹീലിയം 1 ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹീലിയം 2 ആയിട്ട് മാറും. ഹീലിയം 1 നോർമൽ ഹീലിയം 2 എന്ന് പറയുന്ന സമയത്ത് സൂപ്പർ ഫ്ലൂയിഡിറ്റി ഒക്കെ ഉള്ള ആളാണ്. സൂപ്പർ ഫ്ലൂയിഡിറ്റിയുടെ ഹീലിയമായിട്ട് മാറും. അത് നമ്മൾ ലാംഡ പോയിന്റ് എന്ന് പറയും. ആ ടെമ്പറേച്ചർ നമ്മൾ ലാംഡ പോയിന്റ് എന്ന് പറയും. അത് 2.9 കെൽവിനാണ്. ഹീലിയത്തിൻ്റെ കേസിനകത്ത് 2.9 കെൽവിനാണ് ലാംഡ പോയിന്റ്. ഇതുകൂടാതെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായി മാറുന്നുണ്ട്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഇതൊരു ഫേസ് ട്രാൻസിഷൻ ആണ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ ഒക്കെ പഠിച്ചു. ക്യൂറി ടെമ്പറേച്ചറിന്റെ സമയത്താണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായി മാറുന്നത്? പാരാമാഗ്നറ്റിക്. ഇതൊരു ഫേസ് ചേഞ്ച് തന്നെയാണ്. പിന്നെ സൂപ്പർ കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരാൾ നോർമൽ കണ്ടക്ടറായിട്ട് മാറും. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇതും ഒരു ഫേസ് ചേഞ്ച് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫേസ് ട്രാൻസിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമുകളും അതിൻ്റെ പോയിന്റുകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറാറുണ്ട്, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് തിരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, പിന്നെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ എന്ന പ്രോസസ്, സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. പിന്നെ ഹീലിയം 1, ഹീലിയം 2, ഹീലിയം 1ന്റെ പ്രോപ്പർട്ടി ഹീലിയം 2ന്റെ പ്രോപ്പർട്ടിയും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഹീലിയം 2 സൂപ്പർ ഫ്ലൂയിഡിറ്റി ഉള്ള ആളൊക്കെയാണ്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് തനിയെ മുകളിലേക്ക് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഓവർകം ചെയ്തിട്ട് തനിയെ മുകളിലേക്കൊക്കെ ഫ്ലോ ചെയ്യാൻ കഴിവുള്ള ഹീലിയമായിട്ട് മാറും. അത് ലാംഡ പോയിന്റാണ് സംഭവിക്കുന്നത്. 2.9 കെൽവിനാണത്. പിന്നെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അയൺ നിക്കൽ പോലുള്ള ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായി മാറാറുണ്ട്? ടെമ്പറേച്ചർ കൂടുമ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ക്യൂറി ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. പിന്നെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് കാണിക്കുന്ന ഒരാൾ എന്തായി മാറും? നോർമൽ കണ്ടക്ടറായിട്ട് മാറാറുണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഫേസ് ചേഞ്ചുകൾ പെട്ടതാണ്. ഈ ഫേസ് ചേഞ്ചുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് ടൈപ്പ് ഫേസ് ചേഞ്ച്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഫേസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ലേശം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ PT ഡയഗ്രാം അല്ലെങ്കിൽ P തീറ്റ ഡയഗ്രാം എന്നും പറയാറുണ്ട്. P തീറ്റ ഡയഗ്രാം ഒന്നുമില്ല, അതൊരു ഗ്രാഫാണ്. ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ PT ഡയഗ്രാം അല്ലെങ്കിൽ P തീറ്റ ഡയഗ്രാം എന്ന് പറയുക. അപ്പോൾ അത് പഠിക്കുന്ന നമ്മൾ ജസ്റ്റ് ഒരു കാര്യം നോക്കാം. നിങ്ങൾ വാട്ടറിൻ്റെ കേസ് അറിയാൻ മതി. അപ്പോൾ നമ്മൾ X ആക്സിൽ ടെമ്പറേച്ചറും Y ആക്സിൽ പ്രഷർ കൊടുക്കുന്നു. അപ്പോൾ നോർമൽ പ്രഷർ 180 ആണല്ലോ, അത് വേണം സങ്കല്പിക്കുക. ആ നോർമൽ പ്രഷറിൻ്റെ സമയത്ത് ഇവിടെ ടെമ്പറേച്ചർ ആണ് 0 കെൽവിൻ മുതൽ അങ്ങോട്ടൊന്നും എഴുതില്ല. 0 കെൽവിൻ മുതൽ മൈനസ് ടെമ്പറേച്ചർ മുതൽ അങ്ങോട്ട്, ഡിഗ്രി സെൽഷ്യസ് മുതൽ അങ്ങോട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നോർമൽ പ്രഷറിൻ്റെ സമയത്ത് 180 സമയത്ത് വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാണ് ആ പോയിന്റ് എഴുതുക. 180 0 ഡിഗ്രി സെൽഷ്യസ്, ഇതാണ് മെൽറ്റിംഗ് പോയിന്റ് നോർമൽ. ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എപ്പോൾ? നോർമലി. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നോർമലി ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആസ് പ്രഷർ ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഈ ബോയിലിംഗ് പോയിന്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും അല്ലേ? ഇനി ഒരു ഗ്രാഫ് കിട്ടും. ഇനി അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്താലും പ്രഷർ ഡിക്രീസ് ബോയിലിംഗ് പോയിന്റ് കുറയും. നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്നും
പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ വാട്ടർ ബോയിലിംഗ് 100 ഡിഗ്രി സെൽഷ്യസ് ഇല്ല, അതിനൊക്കെ കുറഞ്ഞ ടെമ്പറേച്ചറാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് പോകും. അപ്പോൾ ഇതാണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റിന് പ്രഷർ അനുസരിച്ചുള്ള വേരിയേഷൻ. അപ്പോൾ ഇതാണ് നോർമൽ പ്രഷറിന്റെ സമയത്ത് 180 സമയത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഈ കർവിന്റെ താഴ്ഭാഗത്ത് ഗ്യാഷ്യസ് സ്റ്റേറ്റും മുകൾ ഭാഗത്ത് ലിക്വിഡ് സ്റ്റേറ്റുമായിരിക്കും. ഈ കർവിനകത്ത് ആ ബോയിലിംഗ് പോയിന്റിന്റെ സമയത്തോടെ ആരെ കാണും? ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിക്വിഡും കാണും, വേപ്പറും കാണും. അപ്പോൾ ഇതിന് താഴ്ഭാഗത്തോട്ടുള്ള വേപ്പർ, മുകളിലോട്ടെല്ലാം ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് എടുക്കാൻ ഈ ഒരു പ്രഷറിൽ ഈ ഒരു ടെമ്പറേച്ചർ എടുക്കുക. ആ സമയത്ത് ഇവിടെ ആര് മാത്രമേ കാണത്തുള്ളൂ? ഗ്യാസ് മാത്രമേ കാണുള്ളൂ. കാരണം 100 ആയി കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ആയി മാറും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ പ്രഷറിൽ ആര് മാത്രമേ കാണൂ? ലിക്വിഡ് മാത്രമേ കാണൂ. ഈ ലൈനിലാകുമ്പോൾ അതിനോട് പോയി എക്സിസ്റ്റ് ചെയ്യും. ആരൊക്കെ? ലിക്വിഡും ഗ്യാസും. ഇതാണ് സംഭവം. ഇനി ഇതേപോലെ മെൽറ്റിംഗ് പോയിന്റ് നോക്ക്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ കൂടുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് കുറയും. പ്രഷർ കൂടുമ്പോൾ നമ്മൾ പറയുന്നത് വാട്ടറിന്റെ കേസാണ്. പ്രഷർ കൂടുമ്പോൾ ഈ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയും. അപ്പം പ്രഷർ കൂടുന്നത് മുകളിലേക്ക് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഗ്രാഫിക്കിന്റെ അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു. പ്രഷർ കൂടുന്നു, മെൽറ്റിംഗ് പോയിന്റ് കുറയും. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞാലോ മെൽറ്റിംഗ് പോയിന്റ് കൂടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഗ്രാഫാണ് യോജിച്ചത്. അപ്പോൾ ഇത് മെൽറ്റിംഗിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ലൈനിന്റെ ഈ ഭാഗം മുഴുവൻ ലിക്വിഡ് ആയിരിക്കും. അങ്ങനെ ഈ പോയിന്റുകളെല്ലാം ലിക്വിഡിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ പോയിന്റുകളെല്ലാം സോളിഡിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലൈനും ലിക്വിഡും സോളിഡിനെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഐസ് സ്റ്റീമായിട്ട് മാറുന്ന സബ്ലിമേഷൻ കൂടി വരയ്ക്കാം. അപ്പോൾ ആ സബ്ലിമേഷൻ കൂടി വരയ്ക്കാം. അപ്പോൾ സബ്ലിമേഷൻ കൂടി വരയ്ക്കും അങ്ങനെ. അപ്പോൾ ഈ ലൈനിനകത്ത് ലിക്വിഡ്, ഇവിടെ വേപ്പർ, ഇത് ലിക്വിഡ് സോളിഡ്, ഇത് സോളിഡ് വേപ്പർ, ഇത് ഗ്യാസ്. അപ്പോൾ ഈ പോയിന്റിൽ അറൗണ്ട് ആയിട്ട് ലിക്വിഡ് ഉണ്ടാവും, സോളിഡ് ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവും. ഇത് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയും. ഈ പോയിന്റ് പറയുന്നവരാണ് ട്രിപ്പിൾ പോയിന്റ്. ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിയാണ് എന്ത് പറയുക? ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ PT ഡയഗ്രാം അല്ലെങ്കിൽ P θ ഡയഗ്രാം എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്തു? പ്രഷറിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകുന്ന കർവ് വരച്ചു, വേപ്പറൈസേഷൻ കർവ് വരച്ചു. പ്രഷറിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകുന്ന വ്യത്യാസം വരച്ചു. പ്രഷറിനനുസരിച്ച് സബ്ലിമേഷന്റെ കർവ് വരച്ചു. ഈ 3 കർവുകളെ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ PT ഡയഗ്രാം അല്ലെങ്കിൽ P θ ഡയഗ്രാം. മനസ്സിലായോ? ഇനി നമ്മൾ ഇത് വാട്ടറിന്റെ വെച്ച് പറഞ്ഞത് ജനറലി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രഷർ ടെമ്പറേച്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സബ്ലിമേഷന്റെ കർവ് കിട്ടും, പിന്നെന്ത് കിട്ടും? ബോയിലിങ്ങിന്റെ കർവ് കിട്ടും, പിന്നെന്ത് കിട്ടും? മെൽറ്റിങ്ങിന്റെ കർവ് ഇങ്ങനെ ആവുന്നില്ല, ഇവിടെ തന്നെ വന്നൊന്നുമില്ല. വാട്ടറിന്റെ കേസ് സ്പെഷ്യൽ ക്യാരക്ടറാണ്. എന്ത് ചെയ്യുന്നു? പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നു, പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു. മറ്റ് വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയായിരിക്കും ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്കൊരു ഗ്രാഫ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ലിക്വിഡും ഗ്യാസും തമ്മിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ വേപ്പറൈസേഷൻ ലൈൻ നോക്കാം. ഇത് സൂചിപ്പിക്കുന്നത് മെൽറ്റിങ്ങിനെയാണ്, ലിക്വിഡും സോളിഡും തമ്മിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് സോളിഡും ഗ്യാസും തമ്മിൽ സബ്ലിമേഷൻ ലൈനാണ്. ഇതായിരിക്കും ട്രിപ്പിൾ പോയിന്റ്. ഈ ട്രിപ്പിൾ പോയിന്റ് സമയത്ത് 3 സ്റ്റേറ്റുകൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇവ എന്ത് ചെയ്യും? കോഎക്സിസ്റ്റ് ചെയ്യും. ഇനി ഇതുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോയിലിംഗ് പോയിന്റ് നമ്മൾ വരച്ചല്ലോ, അതിൻ്റെ ലൈൻ ചെന്ന് നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് പ്രഷർ കൂട്ടാനോ ടെമ്പറേച്ചർ കൂട്ടാനോ പറ്റത്തില്ല. അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് കാരണം ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രഷറും ടെമ്പറേച്ചറും എത്തുക നടത്തും. ആ ഒരു പ്രഷറും ആ ഒരു ടെമ്പറേച്ചറും എത്തുക നടത്തും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നും ക്രിട്ടിക്കൽ പ്രഷർ എന്നും പറയും. അത് കഴിഞ്ഞാൽ അതിനുശേഷം ഉള്ളതിന് നമ്മൾ
സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയും. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്. കാരണം നമുക്ക് ലിക്വിഡും ഗ്യാസും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. ലിക്വിഡിന്റെ പ്രോപ്പർട്ടിയും ഗ്യാസിന്റെ പ്രോപ്പർട്ടിയും ചേർന്ന് രണ്ടോട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് അപ്പുറത്തേക്ക് നമുക്കുള്ളത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ആയിരിക്കും. ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഇത് ക്രിട്ടിക്കൽ പ്രഷർ. അപ്പോൾ ഈ ഡയഗ്രാമിനാണ് നമ്മൾ എന്ത് പറയുക, ഫേസ് ഡയഗ്രാം എന്ന് പറയുക. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു, ബോയിലിങ്ങിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇല്ലേ. പ്രഷറിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റിനുള്ള വേരിയേഷൻ. ഇതോ പ്രഷറിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റിനുള്ള വേരിയേഷൻ. ഇത് പ്രഷറിനനുസരിച്ച് സബ്ലിമേഷൻ ഉണ്ടാകുന്ന ചേഞ്ച്. ഇത് മൂന്ന് ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൂന്ന് കോഴ്സിനെ പോയി നമ്മൾ എന്ത് പറയും, ട്രിപ്പിൾ പോയിന്റ്. വാട്ടറിന്റെ കേസിനകത്ത് ഇങ്ങോട്ടാണ്, കാരണം പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയും. നോർമലി പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ പി ടി ഡയഗ്രാം അല്ലെങ്കിൽ പി തീറ്റ. ഇത് ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, മൂന്ന് ഫേസുകൾ കോ എക്സിസ്റ്റ് ചെയ്ത പോയിന്റ് ആണ്. ഇത് വേപ്പറൈസേഷൻ ടൈം, ഇത് ഫ്യൂഷൻ ടൈം, ഇത് സബ്ലിമേഷൻ ടൈം. ആണ് ഫേസ് ഡയഗ്രാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകണം. ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ, സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ പഠിക്കണം. അതിന് മുമ്പ് നമ്മൾ ഗിബ്സ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് നമുക്ക് പഠിക്കാം. തെർമോഡൈനാമിക് ഫംഗ്ഷൻസ് അഥവാ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസും TdS ഇക്വേഷൻസും നമുക്ക് പഠിക്കാറുണ്ട്. അതിനുശേഷമാണ് ആക്ച്വലി നമ്മൾ ഇത് പഠിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സിലബസ് പ്രകാരം ഇതിപ്പോൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആയിട്ട് കൊടുത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നോക്കിയാൽ മതി. ഗിബ്സ് ഫംഗ്ഷൻ or Gibbs free energy. നമ്മൾ ക്യാപിറ്റൽ G കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ആക്ച്വലി ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ H മൈനസ് TS ആണ്. H എൻതാൽപ്പി, H എൻതാൽപ്പിയാണ്. അപ്പോൾ എൻതാൽപ്പി മൈനസ് TS ആണ് ആ ഗിബ്സ് ഫ്രീ എനർജി. പക്ഷെ നമ്മളോടൊപ്പം എന്ത് ചെയ്യുന്നു, G is equal to U plus PV മൈനസ് TS എടുക്കുന്നു. U plus PV minus TS എടുക്കും. അപ്പോൾ U ഇന്റർണൽ, P പ്രഷർ, V വോളിയം, T ടെമ്പറേച്ചർ, S എൻട്രോപ്പി. നമുക്ക് അറിയാവുന്ന ടൈമിലേക്ക് തന്നെ മാറ്റും. ഇനി ഒന്ന് നോക്കാം. ഇനി എന്താണ് U എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. dQ is equal to du plus dW അല്ലേ, അല്ലെങ്കിൽ dQ is equal to du plus PdV, പ്രഷർ വോളിയം വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി dQ/T എന്ന് പറഞ്ഞാൽ എന്താണ്, dQ/T S ആണ്, സോറി ds ആണ്. dQ/T is ചേഞ്ച് എൻട്രോപ്പി. therefore dQ is equal എന്ത് കിട്ടും, TdS കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dQ ന് പകരം TdS is equal to du plus PdV. അവിടെ നമുക്ക് du എന്ത് കിട്ടും, du is equal to TdS minus PdV. ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1 നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 1 ഇംപ്ലൈസ് dG ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ du പ്ലസ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്, P dV പ്ലസ് V dP. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ്, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്. അതുപോലെ അപ്പുറത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഉണ്ട് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇനി dG is equal to du നമ്മൾ എന്താ കണ്ടുപിടിച്ചു, TdS മൈനസ് PdV എന്ന് വിളിച്ചു. അപ്പോൾ dV ന് വരെ കൊടുക്കുന്നു, TdS മൈനസ് PdV, ബാക്കി പ്ലസ് PdV പ്ലസ് dDP മൈനസ് TdS മൈനസ് SdP. അപ്പോൾ ഈ TdSും ഈ TdSും കട്ട് ചെയ്ത് പോകും, ഈ PdV ഈ PdV കട്ട് ചെയ്ത് പോകും. ബാക്കി dG is equal to
ബി ഡി പി മൈനസ് എസ് ഡി ടി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 3. ഇനി ഇവിടെ നിങ്ങൾ ഡി ജി ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ത് വരും? ഡോ ജി ബൈ ഡോ പി. അപ്പോൾ ഈ ടൈം വേണം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡി ടി ഇസിക്കൽ 0 അർത്ഥം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അപ്പോൾ ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ ടൈം എന്തായിരിക്കും? 0 ആയി മാറും. ബാക്കി ഇവിടെ വരും. ഡോ ബൈ ഡോ പി ഓഫ് ബി ബി ഡി പി വരും. അപ്പം എന്ത് വരും? ബി ആവും. ഇക്വേഷൻ 4. അതുപോലെ ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുക. ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് പ്രഷർ 0. അപ്പോൾ ഈ ടൈം എന്തായി മാറും? 0 ആയിട്ട് മാറും. ബാക്കി എന്ത് വരും? ഇത് വരും മൈനസ് എസ്. ഇക്വേഷൻ ശരി. ഇന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഗിബ്സ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജിയാണ്. ആ ഗിബ്സ് ഫ്രീ എനർജിയുടെ എന്തെടുക്കുന്നു? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതിനെ റെപ്രസെന്റ് ചെയ്യും വോളിയം കിട്ടും. ആ സിസ്റ്റത്തിന്റെ വോളിയം കിട്ടും. ഇനി ഡെറിവേറ്റീവ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ മറ്റേ കോൺസ്റ്റന്റ് പ്രഷർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻട്രോപ്പി. തിരിച്ചു പറഞ്ഞാൽ വോളിയം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഗിബ്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എൻട്രോപ്പി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ മൈനസ് ഇപ്പോൾ തരണം. ഡോ ജി ബൈ ഡോ ടി മറ്റേ കോൺസ്റ്റന്റ് പ്രഷർ ഡെറിവേറ്റീവ് എടുത്താൽ. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ പറയുന്നു ഗിബ്സ് ഫംഗ്ഷൻ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി മൈനസ് പ്രൊഡക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി എന്നാണ്. എച്ച് മൈനസ് ടി എസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. തെർമോഡൈനാമിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് തൽക്കാലം പഠിക്കാനില്ല, പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ എച്ച് എന്ന് പറഞ്ഞാൽ യു പ്ലസ് പി. അപ്പോൾ ഇത് ഈ ടൈം നമുക്കറിയാം. യു ഇന്റേണൽ എനർജിയാണ്, പി പ്രഷറാണ്, ബി വോളിയമാണ്, ടി ടെമ്പറേച്ചറാണ്, എസ് എൻട്രോപ്പിയാണ്. അത് നമ്മൾ ഇക്വേഷൻ എടുക്കും. അപ്പോൾ ഇതാണ് ഗിബ്സ് ഫംഗ്ഷൻ ഗിബ്സ് ഫ്രീ എനർജി. രണ്ടാമത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോകുന്നു. ഡി ക്യു ഈസിക്കൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണ്. അവിടെ നിന്ന് ഡി ക്യു ഈസിക്കൽ ടു ഡി യു പ്ലസ് പി ഡി വി എന്ന് വരും. അപ്പോൾ ഈ ഡി ക്യു വരെ നമ്മൾ എന്തെടുക്കുന്നു? ഡി ക്യു ബൈ ടി ഈസിക്കൽ ഡി എസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ? ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഡി ക്യു ഈസിക്കൽ ടി ഡി എസ് എന്ന് വരും. അപ്പോൾ ഡി ക്യു ടി ഡി എസ് നോക്കുമ്പോൾ ഡി യു പ്ലസ് പി ഡി വി, ഡി യു ഈസിക്കൽ ടി ഡി എസ് മൈനസ് പി ഡി വി. അത് ഇക്വേഷൻ തോന്നുന്നു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ 1 എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഡി യു പ്ലസ് ഇത് പ്രോഡക്റ്റ് റൂൾ വെച്ചാണ് പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി, പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി. ഇത് മൈനസ് രണ്ട് ടൈമിലും വരും. ടി ഇൻറ്റു ഡി എസ് എസ് ഇൻറ്റു ഡി ടി, ടി ഇൻറ്റു ഡി എസ് മൈനസ് എസ് ഇൻറ്റു ഡി ടി. ഇനി ഡി യു നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടി ഡി എസ് മൈനസ് പി ഡി വി. ബാക്കി ഇതെല്ലാം എഴുതുന്നു. അത് ഈ ടി ഡി എസ് കട്ട് ചെയ്ത് പോകും. ഈ പി ഡിയും കട്ട് ചെയ്തിട്ട് ഡി ജി സിക്കൽ ബി ഡി പി മൈനസ് എസ് ഡി ടി കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കാര്യം എടുക്കുക. മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കാര്യം എടുക്കുമ്പോൾ ഈ ടൈം എന്തായാലും മാറും? 0 ആണ്. ഡി ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ സൂചിക്കുമ്പോൾ ഈ ടൈം 0 ആയിട്ട് പോകും. ബാക്കി ഡി ജി സിക്കൽ എന്ത് വരും? ബി ഡി പി എന്ന് വരും. അവിടുന്ന് ഡി ജി ബൈ ഡി പി മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പറഞ്ഞാൽ എന്ത് വരും? ബി. അപ്പോൾ ഇത് രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതുന്നു. ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ഈക്വൽ ടു ബി. അതുപോലെ അടുത്ത നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ എടുക്കുന്നു. കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുമ്പോൾ ഈ ടൈമിൽ ഡി പി 0 ആയിട്ട് പോകും. കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുമ്പോൾ ഡി പി എന്തായി പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ ഈ ടൈം അങ്ങ് പോകും. ബാക്കി ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി. അപ്പോൾ ഡി ജി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എസ്. ഇപ്പോഴാണ് മറ്റേ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതുന്നു. രണ്ട് ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട്, രണ്ട് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് പാർഷ്യൽ ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു മൈനസ് എസ്. തിരിച്ചു പറഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഗിബ്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ എടുത്താൽ മതി. എൻട്രോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എടുത്താൽ മതി. ഇതാണ് ഗിബ്സ് ഫംഗ്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വരും. കാരണം അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
ഇനി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്നതോ ലിക്വിഡ് ഗ്യാസ് ആയിട്ടൊക്കെ മാറുന്ന ആ ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും സംഭവിക്കുക. ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും. ഇപ്പം ഐസ് വാട്ടറായിട്ട് മാറുന്നു, 0 ഡിഗ്രി സെൽഷ്യസിലാണ് സംഭവിക്കുന്നത്. ഈ വാട്ടർ ബോയിൽ ചെയ്ത് ഗ്യാസ് ആയിട്ട് മാറുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് സംഭവിക്കുന്നത്. അതാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അതൊരു ഐസോബാറിക് പ്രോസസ് കൂടിയാണ്. ഐസോബാറിക് പ്രോസസ്. അപ്പം വാട്ടർ ഗ്യാസ് ആയിട്ട് മാറുന്ന സമയത്ത് ആ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വലാണ്. അപ്പോൾ അവിടെ ഒരു ഐസോബാറിക് പ്രഷർ മാറുന്നില്ല, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഷർ മാറുക ഐസോബാറിക് പ്രോസസ് ആണ്. കൂടാതെ ഒരു റിവേഴ്സിബിൾ പ്രോസസ് കൂടിയാണ്. റിവേഴ്സിബിൾ പ്രോസസ് കൂടിയാണ്. അപ്പോൾ ഈ 3 പ്രത്യേകതകളാണ് ചേഞ്ച് ഓഫ് ഫേസിനുള്ളത്. അതൊരു ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും, അതൊരു ഐസോബാറിക് പ്രോസസ് ആയിരിക്കും, അതെന്തായിരിക്കും ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഓഫ് ഫേസ് അല്ലെങ്കിൽ ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐസോതെർമൽ, ഐസോബാറിക് ആൻഡ് റിവേഴ്സിബിൾ ആയിരിക്കും. ഇനി അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് dG is equal to VdP minus SdT എന്നാണ്. ഇപ്പൊ നമ്മൾ പറയുന്നു ഫേസ് ചേഞ്ച് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ ആണ്. ഐസോതെർമലിന് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇല്ല. അപ്പോൾ dt is equal to 0. രണ്ടാമത് പറയുന്നു അത് ഐസോബാറിക് ആണ്. ഐസോബാറിക്കിന് പ്രഷർ ചേഞ്ച് ഇല്ല. അപ്പോൾ dP is equal to 0. അപ്പോൾ എന്ത് വരും? dG is equal to 0 അല്ലെങ്കിൽ G is equal to എന്ത് വരും? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ഗിബ്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇത് ഗിബ്സ് ഫംഗ്ഷൻ. ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇത് ഗിബ്സ്. അപ്പോൾ ഒരു ഫേസ് ചേഞ്ച് ഐസോതെർമലാണ്, ഐസോബാറിക് ആണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്, ചേഞ്ച് ഇൻ പ്രഷറും 0 ആണ്. അതുകൊണ്ട് അതിന് dG എന്ത് വരും? 0 വരും. എന്ന് പറഞ്ഞാൽ G കോൺസ്റ്റന്റ് വരും. അപ്പോൾ ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ഗിബ്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പറയുമല്ലോ, ആ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് അവിടെ വെച്ചിട്ട് ആ രണ്ട് ഫേസിൻ്റെയും ഇപ്പോൾ ലിക്വിഡ് ഫേസ് ഗ്യാഷ്യസ് ഫേസിലേക്ക് മാറുന്നു. ആ ലിക്വിഡിൻ്റെ ഗിബ്സ് ഫംഗ്ഷൻ എത്രയായിരുന്നു അത്ര തന്നെയായിരിക്കും ആ പോയിന്റിൽ വെച്ച് ഉണ്ടാകുന്ന ഗ്യാസിന് പിന്നെ മാറും. ആദ്യമേ ഇപ്പം ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ഐസ് വാട്ടർ ആയിട്ട് മാറുന്നു. എപ്പോഴാണ്? 0 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസിന്റെ ഗിബ്സ് ഫംഗ്ഷൻ G ആണെങ്കിൽ അല്ലെങ്കിൽ 10 ആണെങ്കിൽ വാട്ടറിന്റെ ഗിബ്സ് ആ 0 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാകുന്ന ഐസ് മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വാട്ടറിന്റെ ഗിബ്സ് ഫംഗ്ഷൻ എത്ര തന്നെയായിരിക്കും? 10 ആയിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസിന്റെ ഗിബ്സ് ഫംഗ്ഷൻ 20 ആണെങ്കിൽ ആ മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വാട്ടറിന്റെ എത്ര തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും. അതിനുശേഷം പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ മാറും. പക്ഷെ ആ ഒരു ടെമ്പറേച്ചറിൽ ഗിബ്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയൊക്കെയാണ്